ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 33.28% പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീളും. കന്നി വോട്ടർമാരെ ഹൽവ നൽകി വരവേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിനു പുറമെ അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന്. ഇന്ത്യൻ പതാക വഹിച്ച LPG കപ്പൽ ഗ്രീൻ ആശ ഹോർമുസ് കടലിടുക്ക് കടന്ന് മുംബൈയിലെത്തി. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 33.28% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീളും. മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് ഉള്ളത്. ഉച്ചതിരിഞ്ഞ് ബൂത്തുകളിലെ തിരക്ക് ഇനിയും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ 33.39%, കൊല്ലത്ത് 32.94%, പത്തനംതിട്ടയിൽ 33.36%, ആലപ്പുഴയിൽ 33.79% പോളിംഗ് രേഖപ്പെടുത്തി. കോട്ടയത്ത് 33%, ഇടുക്കിയിൽ 32.34%, എറണാകുളത്ത് 35.86% വോട്ടർമാരാണ് ഇതുവരെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. തൃശൂരിലും പാലക്കാടും 34%, മലപ്പുറത്ത് 32%, വയനാട് 33.43% ആണ് പോളിംഗ് ശതമാനം. കോഴിക്കോട് 33%, കണ്ണൂരിൽ 32.22%, കാസർഗോഡ് 31.2% പേർ 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം വോട്ട് രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച രീതിയിലുള്ള പോളിംഗാണ് രേഖപ്പെടുത്തുന്നത്. ജില്ലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ ചേരുന്നു. നീരജ്, വോട്ടെടുപ്പ് പകുതിയോളം സമയം പിന്നിടുമ്പോൾ ജില്ലയിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? ഉച്ചതിരിഞ്ഞ് പോളിംഗ് വലിയ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ടോ? അഞ്ജന, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരയൂർ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിലാണ്. ഉച്ച സമയമാണ്, ഊണ് സമയമാണ്. എങ്കിലും സാമാന്യം വോട്ടർമാർ ഇപ്പോഴും വോട്ടിങ്ങിനായി എത്തി നിൽക്കുന്നുണ്ട്. വളരെ മികച്ച രീതിയിലാണ് ജില്ലയിലെമ്പാടും പോളിംഗ് രാവിലെ മുതൽ തന്നെ പുരോഗമിക്കുന്നത്. 11:30 വരെയുള്ള ഔദ്യോഗിക വിവരപ്രകാരം 32.94% ജില്ലയിലെ പോളിംഗ്. ആ സമയം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിരിക്കുന്നത് കുണ്ടറ മണ്ഡലത്തിലും ഏറ്റവും കുറവ് ചടയമംഗലം മണ്ഡലത്തിലുമാണ്. രാവിലെ മുതൽ തന്നെ വെയിൽ ശക്തമാകുന്നതിന് മുമ്പ് ധാരാളം വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തി. അതൊരു നല്ല സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% ജില്ലയിലെ പോളിംഗ്. അതിനോടൊപ്പമോ അതിന് കുറച്ചെങ്കിലും മുകളിൽ പോകാനോ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഏതായാലും ഇത്തവണ കേന്ദ്രങ്ങളിൽ 140 നിയമസഭാ മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,495 പോളിംഗ് ബൂത്തുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ 2040 പ്രശ്നബാധിത ബൂത്തുകളാണ്. തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുന്നതിനായി ബൂത്തുകളിൽ വെബ് കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിനകത്തും പുറത്തുമായി അത്യാധുനിക ക്യാമറകളാണ് ഇതിനായി സ്ഥാപിച്ചിരിക്കുന്നത്. ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജില്ലാതല കൺട്രോൾ റൂമുകളിൽ തത്സമയം ദൃശ്യമാകും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് വോട്ടെടുപ്പ് നടക്കുക. ഹരിത ബൂത്തുകൾ, വനിതാ ബൂത്തുകൾ, ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന പോളിംഗ് ബൂത്തുകൾ എന്നിവ വോട്ടെടുപ്പിനായി ക്രമീകരിച്ചിട്ടുണ്ട്. കർശന സുരക്ഷയിലാണ് സംസ്ഥാനത്ത് പോളിംഗ് പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ മിക്ക സ്ഥാനാർത്ഥികളും വോട്ട് ചെയ്യാനെത്തി. കണ്ണൂർ ധർമ്മടം മണ്ഡലം LDF സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പിണറായി RC അമല ബേസിക് UP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവും പറവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ VD സതീശൻ പറവൂർ കേസരി കോളേജിലാണ് വോട്ട് ചെയ്തത്. പേരാവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് കടത്തുംകടവ് സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വോട്ട് ചെയ്തു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ജവഹർ നഗർ LPSലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഉൾപ്പെടെയുള്ള പ്രമുഖരും ഇതിനകം വോട്ട് രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്.
ജില്ലയിലെ ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, മലപ്പുറത്ത് വോട്ടിംഗ് എങ്ങനെ പുരോഗമിക്കുന്നു? ഉച്ചവെയിൽ പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടോ? അഞ്ജന, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരും അതുപോലെ തന്നെ നിയമസഭാ മണ്ഡലങ്ങളുമുള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കണക്കനുസരിച്ച് പോളിംഗ് ഏതാണ്ട് 5 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ 40% പോളിംഗ് 16 ഇടങ്ങളിലും നടന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നല്ല വെയിൽ ചൂടുള്ള കാലാവസ്ഥയാണ്. പക്ഷേ ആ ചൂടിലൊന്നും തളരാത്തതാണ് തങ്ങളുടെ ജനാധിപത്യ ബോധം എന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോൾ നട്ടുച്ചയ്ക്ക് പോലും മിക്ക പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് രാവിലെയൊക്കെ പുരുഷന്മാരുടെ ക്യൂയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ നിരയാണ് കാണുന്നത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന തവനൂർ, തിരൂർ, പൊന്നാനി അത്തരം മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വാശിയോടുകൂടി മിക്ക പോളിംഗ് ബൂത്തുകളിലും വലിയ രീതിയിൽ നിര കാണുന്നു. അഞ്ജന, നന്ദി. തൃശൂർ വാണിയംപാറയിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. വാണിയംപാറ EKM UP സ്കൂളിൽ വോട്ട് ചെയ്ത രാമൻചിറ പാമ്പുങ്ങൽ വീട്ടിൽ വിനോദാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാസർഗോഡ് ജില്ലയിലും കനത്ത പോളിംഗാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തുന്നത്. 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. വോട്ടെടുപ്പിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ ചേരുന്നു. ജില്ലയിലെ ഭൂരിപക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലും കനത്ത പോളിംഗാണ് നടന്നുവരുന്നത്. അതിരാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പലയിടത്തും കാണാമായിരുന്നുവെങ്കിലും സ്ത്രീ വോട്ടർമാർ കുറവായിരുന്നു. 11 മണിയോടുകൂടി സ്ത്രീ വോട്ടർമാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാട് SNDP സ്കൂളിലെ 207 നമ്പർ ബൂത്തിൽ പോളിംഗ് വളരെ മന്ദഗതിയിലായിരുന്നു. ഇതിന്റെ സാങ്കേതികത്വം പിന്നീട് പരിഹരിച്ചു. ജില്ലയിൽ മോക്ക് പോളിൽ തകരാറിലായ EVM മെഷീനുകൾ മാറ്റി പകരം അനുവദിച്ചിട്ടുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ ഹൽവ നൽകി വരവേറ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ മണ്ഡലത്തിലെയും തിരഞ്ഞെടുത്ത ബൂത്തുകളിലാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് മധുരം നൽകിയത്. കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനുമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ച വോട്ട് സ്വീറ്റ് ആൻഡ് കേരള ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മധുര വിതരണം. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 30 നിയമസഭാ മണ്ഡലങ്ങളുള്ള പുതുച്ചേരിയിൽ രാവിലെ 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 37.06% പോളിംഗ് രേഖപ്പെടുത്തി. മാഹിയിൽ 29.25% പോളിംഗ്. അസമിൽ 11 മണിവരെ 38.92% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അസമിലെ 126 സീറ്റുകളിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കർണാടക, നാഗാലാന്റ്, ത്രിപുര എന്നീ 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന് നടക്കുന്നുണ്ട്. കർണാടകയിലെ ബഗൽകോട്ട്, ദാവൺഗരെ സൌത്ത് മണ്ഡലങ്ങളിലും നാഗാലാന്റിലെ കൊറിഡാങ്, ത്രിപുരയിലെ ധർമ്മനഗർ എന്നീ മണ്ഡലങ്ങളിലുമാണ് ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കാൻ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവജനങ്ങളും സ്ത്രീകളും വോട്ട് ചെയ്യാൻ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ പതാക വഹിച്ച LPG കപ്പൽ ഗ്രീൻ ആശ ഹോർമുസ് കടലിടുക്ക് കടന്ന് മുംബൈയിലെത്തി. 15,400 ടൺ LPGയാണ് കപ്പലിലുള്ളത്. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്നും വിതരണം സാധാരണ നിലയിലാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അമേരിക്ക, ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനത്തെയും ഇന്ത്യ സ്വാഗതം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC ഇന്ന് മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. 11 മണിവരെ രേഖപ്പെടുത്തിയത് 33.28% പോളിംഗ്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. പോളിംഗ് വൈകുന്നേരം 6 മണിവരെ നീളും. കന്നി വോട്ടർമാരെ ഹൽവ നൽകി വരവേറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പിൽ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇന്ന്. ഇന്ത്യൻ പതാക വഹിച്ച LPG കപ്പൽ ഗ്രീൻ ആശ ഹോർമുസ് കടലിടുക്ക് കടന്ന് മുംബൈയിലെത്തി. രാജ്യത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ 1:50.